സ്വാമി ശരണം. നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മകരമാസം 2-ാം തീയതി 16/1/2026. ഇന്നത്തെ പുണ്യപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഭക്തി നിർഭരമായ കാര്യങ്ങളിൽ മുഴുകി എല്ലാവരും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെ മുൻപോട്ട് പോകുന്ന ദിവസമാണ് ഇന്ന്. നമുക്ക് ആദ്യമായി പതിവുപോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ രാജകീയമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാനും അത്ഭുതകരമായ ചില പരിവർത്തനങ്ങൾ ജീവിതത്തിൽ വരുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക്, വിവാഹാധികാരികളുമായി മുമ്പോട്ട് പോകുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വസ്തു സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വൃദ്ധജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്ക് ഒക്കെ ഇന്ന് ആശ്വാസപ്രദമായൊരു ദിവസമായിരിക്കും. രോഗാദി വിഷയങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പുതിയ ചികിത്സാ സമ്പ്രദായമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും ഒക്കെ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അതുപോലെ ഗുണാധിക്യമാണ് കാണുന്നത്. ആരോഗ്യപരമായ ചില കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നവർ അത് മുടക്കാതെ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ചില അപകട സാധ്യത കാണുന്നതിനാൽ ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. കറണ്ടിൽ നിന്നും അതേപോലെ അഗ്നിയിൽ നിന്നും ബാധ ഉണ്ടാകുവാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില അനിഷ്ടകരമായ ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നേക്കാം. ആത്മസംയമനത്തോടുകൂടി മുമ്പോട്ട് പോവുക. നിയമപാലകർക്ക് ഇന്ന് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല, തിരക്കേറിയൊരു ദിവസമായിരിക്കും. അതുകൊണ്ട് ശാരീരിക സ്ഥിതി വഷളാകാനൊക്കെ സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആരോപണങ്ങൾക്ക് വിധേയരാകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ തന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. കൃഷി ആയി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഭക്ഷ്യ വസ്തുക്കളുമായിട്ട് ഇടപെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിവാഹ തീയതി നിശ്ചയിക്കാൻ വരെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുവാനായി കമിതാക്കൾക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ദൂരദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവർക്കും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായി മറുപടി ലഭിക്കുന്ന ദിവസമാണ്. ദീർഘനാളായി ജോലി അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ലഭിക്കാൻ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ മലഞ്ചരക്ക് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭകരമായ കച്ചവട സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് തികച്ചും അപ്രതീക്ഷിതമായി ധനനഷ്ടം വരാനും സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. ആരോഗ്യപരമായ ചില കാര്യങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത ഉള്ളതൊഴിച്ചാൽ നിർഭാഗ്യകരമായ ചില സംസാര രീതിയിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ കാര്യത്തിലും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശ പഠനത്തിന് ഒരുങ്ങുന്നവർക്ക്, വിദേശ ജോലിക്ക് വേണ്ടി പഠനം അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വളർത്തുമൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് തെരുവ് നായ്ക്കളിൽ നിന്നോ ഒക്കെ ക്ഷതമേക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കരുതലോടുകൂടി മുൻപോട്ട് പോവുക. അതേപോലെ
ഭാവി ജീവിതത്തിനെ കുറിച്ച് കരിപ്പിടിപ്പിക്കുന്ന രീതിയിലുള്ള ചില സൗഭാഗ്യങ്ങൾ തെളിഞ്ഞു വരാനും കൂടി സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് വളരെ ഭക്തിപൂർവ്വം ഈശ്വര പ്രാർത്ഥനയോടുകൂടി എല്ലാവരും മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ചില ഭാഗ്യങ്ങൾ കണ്ട് സന്തോഷിക്കുവാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ സഹായങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകും എന്നൊരു അറിയിപ്പ് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു സൂചന ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിക്ക് മെച്ചപ്പെട്ട ഒരവസ്ഥയാണ് കാണുന്നത്. നല്ല സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ടുകളുമായോ ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ദൂരയാത്രയ്ക്ക് അല്ലെങ്കിൽ പുണ്യക്ഷേത്ര ദർശനത്തിനൊക്കെ വഴി തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. അനാവശ്യമായ ചിലവുകൾക്ക് സാധ്യത കൂടിയ ദിവസമായതിനാൽ വളരെയധികം നിയന്ത്രണം ധനവ്യയത്തിൽ ആവശ്യമാണ്. അതുപോലെ കള്ളന്മാരോ അല്ലെങ്കിൽ സമൂഹത്തിലെ സാമൂഹ്യവിരുദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നവരിൽ നിന്നുമൊക്കെ ഭീഷണികളോ അല്ലെങ്കിൽ നിർഭാഗ്യകരമായ ഏതെങ്കിലും അനുഭവങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. തിരക്കുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇഷ്ടജനങ്ങളുമായി കണ്ടുമുട്ടുവാനും സ്വന്തം വിവാഹത്തിനോ അല്ലെങ്കിൽ മക്കളുടെ വിവാഹത്തിനോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂലമായ ജോഡികളെ കിട്ടുവാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ധാരാളം ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അതുപോലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായി കാണുന്നു എന്നൊരു സമാധാനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. എന്നാൽ വീട്ടമ്മമാർ ശ്രദ്ധിക്കുക. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപവാദങ്ങളിൽപ്പെട്ട് ചില പ്രയാസങ്ങൾ അനുഭവിക്കുവാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എങ്കിൽ കൂടിയും ഉച്ചയ്ക്ക് ശേഷം ചില നിർഭാഗ്യകരമായ അപകട സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ധനനഷ്ടത്തിന് സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ഉറ്റവരും ഉച്ചയ്ക്കടിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കണ്ടകശനി കാലമാണ്. 7 കണ്ടകശനി നിന്നാൽ കുറച്ച് ദുരിതം ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് ശാസ്താക്ഷേത്ര ദർശനവും അതേപോലെ അവരവരുടെ ആചാരപ്രകാരമുള്ള ഈശ്വര പ്രാർത്ഥനയും വളരെ അനിവാര്യമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അതിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയിൽ മുഴുകുക. ദീർഘനാളുകളായി ആഗ്രഹിച്ചിരുന്ന വിവാഹത്തിന് തീരുമാനമുണ്ടാകുമെന്നറിയിപ്പ് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യപരമായ ചില കാര്യങ്ങൾക്ക് മാറ്റം വരുന്ന ദിവസമായിരിക്കും. സ്വന്തം അടുത്തിടപെടുന്ന ചില ആൾക്കാർ വളരെ വിപരീതമായ അനുഭവത്തോടു കൂടി പെരുമാറാൻ സാധ്യത ഉള്ളതുകൊണ്ട് വാക്കുകൾ നിയന്ത്രിക്കുക. ആത്മസംയമനത്തോടുകൂടി മുൻപോട്ട് പോവുക. തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ശരീരത്തിൻ്റെ ശാരീരികമായ ചില ക്ഷീണം കൊണ്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ചില പ്രയാസങ്ങൾ നേരിടുമെന്നൊഴിച്ചാൽ മറ്റു ചില കാര്യങ്ങളിൽ വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കെട്ടിട നിർമ്മാണത്തിനൊരുങ്ങുന്നവർക്കും അതുപോലെ വസ്തുവകകൾ വാങ്ങാനൊരുങ്ങുന്നവർക്കും നിക്ഷേപിക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് പുതിയ ചികിത്സാ മേഖല തിരഞ്ഞെടുക്കാനും ഏറ്റവും ഉചിതമായൊരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ പുതിയ ഗ്രഹം പാലുകാച്ചി കയറി താമസിക്കുന്നവർക്കും അതുപോലെ ഗ്രഹം മോടി പിടിപ്പിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. എൻജിനീയറിംഗ് അല്ലെങ്കിൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും പ്രൊമോഷൻ ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇത്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ചില അനുഭവങ്ങളുണ്ടാകാം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കുവാൻ. സിനിമാ ലോകത്ത് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങൾ തിരിഞ്ഞു വരികയും അവരുടെ ആഗ്രഹം പൂർത്തിയാക്കുമാർ ചില ബന്ധങ്ങൾ ഉടലെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം
വളരെ ആരോഗ്യപ്രദമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇത്രയും നാളും അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ലഭിക്കുമാറ് ചില മാറ്റങ്ങൾ വരുന്നൊരു ദിവസമായിരിക്കും. ക്ഷീണത്തിന് പരിഹാരം ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിയമപാലകർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. എന്നാൽ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, കേസ് വഴക്ക് കാര്യങ്ങൾക്കായിട്ട് മുൻപോട്ട് പോകുന്നവർക്കൊക്കെ പ്രതികൂലമായ ഒരു മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ പഠിച്ച ആളുകൾക്ക് നമ്മളെ എളുപ്പത്തിൽ കബളിപ്പിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. സന്താനങ്ങളുടെയോ അല്ലെങ്കിൽ സന്താനങ്ങളുടെയോ അഭിവൃദ്ധി കണ്ട് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. സ്വന്തം മക്കൾക്കോ അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾക്കോ ഗ്രഹം നിർമ്മിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ വലിയ സഹായം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് സംതൃപ്തി ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. നമ്മുടെ പഴയ കുടുംബവുമായിട്ട് കൂടി കാണുവാനും അവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ മാതാപിതാക്കളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ നിർണായകമായ ചില അനുഭവങ്ങൾ വരെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ദീർഘായുസ് അല്ലെങ്കിൽ ആരോഗ്യമുണ്ടാകുവാനായി ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രാർത്ഥനയിൽ മുഴുകേണ്ടതാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. വളരെ നാളുകളായി ആഗ്രഹിച്ച പല കാര്യങ്ങൾക്കും പൂർത്തീകരണം ഉണ്ടാകുമെന്നോർത്ത് സമാധാനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. പുതുതായി ഗ്രഹത്തിൽ എന്തെങ്കിലും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനോ അലങ്കാര വസ്തുക്കൾ വാങ്ങുവാനോ ഒക്കെ ഏറ്റവും ഉചിതമായൊരു ദിവസമാണ് ഇന്ന്. അതുമൂലം മനസ്സ് സന്തോഷിക്കുവാനും സാധ്യത കാണുന്നു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്കും വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത്. കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ ചെറിയ അപകടങ്ങൾക്ക് സാധ്യത കാണുന്നതിന് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ സ്റ്റെപ്പും നടക്കുക. അതുപോലെ അപകടങ്ങൾ വീഴ്ചയിലും ഒടുവിലും മാത്രമല്ല സാമ്പത്തികമായ വീഴ്ചയ്ക്കും വഴിതെളിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് ഷെയറിൽ നിക്ഷേപിക്കുവാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും പറ്റിയ ദിവസമായിരിക്കില്ല. അതുപോലെ പുറത്തിറങ്ങാതെ ഇരിക്കുന്നത് ഇന്നത്തെ ദിവസം ഉചിതമായിരിക്കും. കാരണം പുറത്തിറങ്ങിയാൽ ധാരാളം പണം ചിലവാകുവാനും അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യകാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യപരമായ ചില പ്രയാസങ്ങളും ഇന്ന് ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ ദിവസമായിരിക്കും. അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അധികം അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. ആവേശകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും പൂർത്തീകരിക്കുന്നത് കണ്ട് മനസ്സന്തോഷം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി സ്ഥിരപ്പെടുന്നതായി വാർത്ത കിട്ടാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. കെട്ടിടം വാങ്ങാനോ വിൽക്കാനോ ഒക്കെ സാധ്യത ഉള്ള ഒരു ദിവസമായിരിക്കും. തീരുമാനങ്ങൾ എടുക്കാനും പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. പൊതുവെ എല്ലാവർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഏതായാലും സർവേശ്വരൻ നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരാധീനം എല്ലാവർക്കും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് നാളെ കാണാം. നമസ്കാരം.